ഫെയ്ത്തിൽ നിന്ന് ഒരാത്മികനെ തകർക്കുന്നതാണ് പിശാചിൻ്റെ ഗൂഢലക്ഷ്യം. ഫെയ്ത്തിൽ നിൽക്കാൻ ഒരുവൻ പൊരുതിക്കൊണ്ടേയിരിക്കണം. ഡെയിലി ലൈഫിൽ അവൻ പൊരുതേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാനതിന് പൊരുതിയില്ലെങ്കിൽ എന്ത് നടക്കും എന്നതിനെ പറയാം. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 4:1 അവിടെ എഴുതിയിരിക്കുന്നു, ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. അപ്പോൾ വിശ്വാസം ത്യജിക്കേണ്ടി വരും. അതുകൊണ്ട് വിശ്വാസം ത്യജിക്കാതിരിക്കാൻ വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്താണ് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, വിശ്വാസത്യാഗം. വിശ്വാസത്യാഗത്തിന് പുതിയ നിയമത്തിൽ വരുന്ന പദം അപ്പോസ്റ്റസിയാണ്, വിശ്വാസത്യാഗം. അപ്പോൾ വിശ്വാസത്യാഗമുണ്ട്, പിന്മാറ്റമുണ്ട്. പിന്മാറ്റം ബാക്ക് സ്ലൈഡിങ് ആണ്. ബാക്ക് സ്ലൈഡിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, പ്രകടമായ പ്രവൃത്തിയുണ്ട്. എന്നാൽ അപ്പോസ്റ്റസി അതിൻ്റെ പ്രകടമായ പ്രവൃത്തിയിൽ മനസ്സിലാകില്ല, അവസാന റിസൾട്ട് കൊണ്ട് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോഴേക്കും എല്ലാം അവസാനിച്ചിരിക്കും. ഞാനിതിന് വീണ്ടും നിങ്ങൾക്ക് തെളിവ് തരാം. പിശുനാഗിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ആ ഭാഗം ഉദ്ധരിച്ചു, കേട്ട നിങ്ങൾക്കൊക്കെ അറിയാം. ഗത്സമന തോട്ടത്തിൽ രണ്ടുപേരെ നമുക്കറിയാം, പത്രോസും യൂദയും. പത്രോസിൽ സംഭവിച്ചത് ബാക്ക് സ്ലൈഡിങ്, പിന്മാറ്റമാണ്. യൂദയിൽ സംഭവിച്ചത് അപ്പോസ്റ്റസിയാണ്. ഇനി വീണ്ടും നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കുമ്പോൾ, പത്രോസിൻ്റെ ജീവിതത്തെ നമ്മളൊന്ന് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം, ഇവൻ പിന്മാറി. എങ്ങനെ? യേശുവിനെ തള്ളിപ്പറയുന്നു, യേശുവിനെ അറിയില്ലെന്ന് പറഞ്ഞ് പ്രാകുന്നു, അവൻ ആണയിടുന്നു, യേശുവിൽ നിന്ന് അകന്നു പോകുന്നു. ഇതൊക്കെ കാണാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ യൂദയിൽ നടക്കുന്നത് അങ്ങനല്ല. യൂദയിലെ സംഭവം, ആ രാത്രി പത്രോസ് തള്ളി പറയുമ്പോഴും യൂദ പറയുന്നു, യേശു എൻ്റെ ഗുരുവാണ്. പത്രോസ് ആ രാത്രി യേശുവിൽ നിന്ന് അകന്നു പോകുമ്പോൾ യൂദ ആളെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. പിടികിട്ടുന്നുണ്ടോ? യേശുവിനെ അറിയില്ലെന്നും പറഞ്ഞ് ഓടിപ്പോകുന്ന പത്രോസ്, യേശുവിനെ ചുംബനത്താൽ കാണിച്ചു കൊടുക്കുന്ന യൂദ, യേശുവിനെ ഒരു ബന്ധവുമില്ലെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തുന്ന പത്രോസ്, യേശുവിനെ ചുംബിച്ച് ഗുരുവെന്ന് വിളിക്കുന്ന യൂദ. ഇവിടെ നമ്മൾ നോക്കിയാൽ യൂദയാണ് അല്പം കൂടെ പ്രകടനത്തിൽ ആത്മീയൻ. വേഷഭൂഷാദികളും ആടയാഭരണങ്ങളും അവൻ്റെ നിൽപ്പുമൊക്കെ കണ്ടാൽ ഇവനാണ് യഥാർത്ഥ ഭക്തൻ. പക്ഷെ പീറ്ററിനെ നോക്കിയാൽ ഇതൊന്നുമില്ല, പ്രകടനം കൊണ്ട് ആള് പോയി. പക്ഷെ ഇതിന് രണ്ടിനും രണ്ട് റിസൾട്ടാണ്. ഈ പീറ്റർ ഉള്ളം നൊന്ത് കരയുമ്പോൾ അവനൊരു മടങ്ങി വരവൻ്റെ വാതിൽ തുറന്നു കിട്ടുന്നെങ്കിൽ, യൂദ അനുതപിക്കാൻ പോലും അവസരം കിട്ടാതെ അവൻ നരകത്തിലേക്ക് പോയെങ്കിൽ, ഇതിനെയാണ് നമ്മൾ പൊരുതി ജയിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഗൂഢതന്ത്രം ആത്മികരുടെ ഇടയിലേക്ക് അപ്പോസ്റ്റസി അഥവാ വിശ്വാസത്യാഗത്തെ കൊണ്ടുവരാൻ ദുരാത്മമണ്ഡലം വളരെ പ്രയത്നിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ, അതിനെ അതിജീവിക്കാൻ, അതിനെ പൊരുതി തോൽപ്പിക്കാൻ ഓരോ ആത്മികരും കൃപ പ്രാപിക്കണം. അതിനാണ് പ്രാർത്ഥനാ മുറിയിൽ കയറി ദൈവസന്നിധിയിൽ ഏറ്റെടുക്കേണ്ട കൃപ. വിശ്വാസത്തിന്റെ പോരാട്ടം നടത്താൻ ഒരാളെങ്കിലും ഇന്ന് ഈ രാത്രി തയ്യാറായാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. അപ്പോൾ ഈ വിശ്വാസത്യാഗത്തെ പിശാച് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ രീതി? വിശ്വാസത്യാഗത്തെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ വിശ്വാസത്യാഗം എന്ന് പറയുന്നതിനെ നമ്മൾ അതിജീവിച്ചില്ലെങ്കിൽ എന്താ? അപ്പോൾ ഈ തിമോത്തിയോസ് തന്നെ പറയുന്നുണ്ട്, 1 തിമോത്തിയാണ് 1:19. നമുക്ക് അറിയാവുന്ന പദമാണ്. ഇവിടെ ഈ തിമോത്തിയോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ആരുടെയൊക്കെയാന്ന് ചോദിച്ചാൽ, ദേമാസ്, അലക്സാണ്ടർ, ഹിമനിയോസ്, വിലേത്തോസ്, കരുത്തന്മാരായവരുടെയൊക്കെ വിശ്വാസ കപ്പൽ തകർന്നു. പൗലുസിനോടൊപ്പം യാത്ര ചെയ്ത, ലൂക്കോസിൻ്റെ പേര് പറഞ്ഞ് 2 ദേമാസ് എന്ന പേരുണ്ട്. അങ്ങനെ പലരുടെ മുൻപിലും വളരെ ശക്തമായി ശുശ്രൂഷയിൽ ശോഭിച്ച പൗലോസിൻ്റെ കൂടെയുള്ളവരുടെ വിശ്വാസക്കപ്പൽ തകർത്തെങ്കിൽ ഞങ്ങളൊക്കെ എന്തുണ്ട് പ്രിയരെ? നമ്മളാരും നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ അതീവ ഗൗരവമായ പ്രാർത്ഥന നമ്മൾ ഉയർത്തണം. ഇനി അപ്പോൾ വിശ്വാസത്യാഗം നമ്മുടെ ഇടയിൽ അപ്പോസ്റ്റസി വന്നോ? അപ്പോസ്റ്റസി വന്നോ എന്ന് ചോദിച്ചാൽ വന്നു. അതിൻ്റെ തെളിവ് കർത്താവിൻ്റെ ദാസൻ തിമോത്തിയോസിൻ്റെ തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്,
ഒന്ന് തെസ്സലോനി 2 തെസ്സലോനി 2:6-7 വായിക്കും. 3 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ ആദ്യമേ വിശ്വാസത്യാഗം, പിന്നെ അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടും. അവിടെ പറയുന്ന അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അപ്പോൾ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ അധർമ്മത്തിൻ്റെ മർമ്മം? ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ യാഗത്തുക എന്താ? വിശ്വാസത്യാഗം എന്ന് പറയുന്ന അപകടകരമായ ഒരു യാഥാർത്ഥ്യം ഇന്നത്തെ ആത്മലോകത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മളിൽ പലരും, നമ്മുടെ സഭകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പലരും അതിൻ്റെ ഭാഗമാണ്. ബോധപൂർവം തിരിച്ചറിഞ്ഞ് ജയിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മളെത്തും. അപ്പോൾ വിശ്വാസത്യാഗം നടക്കുന്നത് 3 സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് 1, 2, 3 എന്ന നിലയിലാണ് പോകുന്നത്. അതിൻ്റെ 1-ാം ഭാഗം ഞാൻ 1-ാം ഭാഗം പറയാം. 1-ാം ഭാഗം പറയുമ്പോൾ തന്നെ നമുക്ക് ഇന്ന് മീറ്റിംഗ് അങ്ങ് അവസാനിക്കും. വിശ്വാസത്യാഗം സംഭവിക്കുന്ന 1-ാം ഭാഗം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനമാണ്. 11:15 വാക്യമാണ്. എബ്രായർ 11:15, 11:15. അവർ വിട്ടുപോന്നതിനെ ഓർത്തിരുന്നു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അടുത്തത്, അവരോ നല്ലതിനെ, ഏറ്റവും നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. എബ്രായ ലേഖനത്തിൽ ഈ വാക്കെഴുതുമ്പോൾ എബ്രായ ലേഖനകർത്താവ് കൃത്യമായി മെൻഷൻ ചെയ്യുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് പിശാചിൻ്റെ ഗൂഢലക്ഷ്യമെന്താ. എബ്രായ ലേഖനം മാത്രമല്ല, പുതിയ നിയമത്തിൽ ലേഖനം പ്രാപിച്ച എല്ലാ സഭകളും 100 കൊല്ലം തികയും മുൻപ് തകർന്ന് തരിപ്പണമായി. അതായത് 100 കൊല്ലം പോലും തികയ്ക്കാൻ പുതിയ നിയമത്തിൽ ലേഖനം പ്രാപിച്ച ഒരു സഭയ്ക്കും പറ്റിയില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. ലേഖനങ്ങൾ പ്രാപിച്ച സഭകൾ തന്നെ ഈ മണ്ണിൽ 100 കൊല്ലം തികയ്ക്കാൻ പാടുപെട്ടെങ്കിൽ ഇന്നത്തെ ആത്മലോകം വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ലേഖനങ്ങൾ നേരിട്ട് പ്രാപിച്ച അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ അനുഭവിച്ച് അത്രത്തോളം കരുത്തുറ്റവരുമായി സഹവസിച്ചവരുടെയൊക്കെ അടുത്ത തലമുറയുടെ താളം തെറ്റിക്കാൻ പിശാചിന് കഴിഞ്ഞെങ്കിൽ ഇന്നത്തെ ആത്മീയർ അതീവ ഗൗരവമായി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചുണരേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ഇടയിൽ പിശാച് നുഴഞ്ഞ് കയറ്റക്കാരെ വരുത്തി ഇന്നത്തെ ആത്മലോകത്തെ കാർന്നു പിടിക്കുന്ന തരത്തിൽ ശക്തമായി അവൻ വിതയ്ക്കുന്ന വിത്ത് തിരിച്ചറിഞ്ഞ് അതിനെ നിർജീവമാക്കാൻ കൃപ നമ്മൾ പ്രാപിച്ചിരിക്കണം. ഇവിടെ പറയുന്നു, അവർ, എബ്രായ ലേഖനത്തിൽ എബ്രായ വിശ്വാസികൾ സംഭവിച്ചു. അവർ വിട്ടുപോന്നതിനെ ഓർത്തിരുന്നു എങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അതായത് എബ്രായ സഭയ്ക്ക് സംഭവിച്ച ഗതികേട്, വിശ്വാസത്യാഗത്തെ കണ്ട് അതിനെതിരെ എഴുതുന്ന ലേഖനം. ആ ലേഖനത്തിൽ കൃത്യമായി എബ്രായ വിശ്വാസികളിൽ വിശ്വാസത്യാഗം വന്നതിൻ്റെ റൂട്ട് പറയുകയാണ്. വിട്ടുപോകുന്നതിനെ ഓർത്തു. അതായത് അവര് ഇറങ്ങിത്തിരിച്ചത് യഹൂദാമതത്തിൽ നിന്നാണ്. ഇവര് ഇറങ്ങി വേർപാടിൻ്റെ ആഴം അറിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊരു ചിന്ത വന്നു. പഴയ ആലയം എത്ര മനോഹരമായിരുന്നു, പഴയ നമ്മുടെ ആചാരങ്ങൾ എത്ര മനോഹരമായിരുന്നു, ഇതിനേക്കാൾ എത്ര മനോഹരമായിരുന്നു പണ്ടത്തേത്, ഇതിനേക്കാൾ എത്ര നല്ലതായിരുന്നു നമ്മൾ പണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ ഇത്രയും പ്രശ്നമാണ്, ഇവിടെ ഇത്രയും പ്രതികൂലമാണ്, അതുകൊണ്ട് ഇതിലും നല്ലത് അതായിരുന്നു എന്ന് പിശാച് ബോധപൂർവം അവരുടെ അകത്തേക്ക് ആ വിത്തുപാകി. ഇന്നത്തെ പെന്തക്കോസ്തിലും സംഭവിക്കുന്ന ഏറ്റവും വലിയ ഗതികേട്, നമ്മുടെ ഇടയിലെ പുഴിക്കുത്തുകളെ കണ്ടിട്ട് ഒരു കൂട്ടം പഴയതിലേക്ക് തിരിയത്തക്കവണ്ണം പിശാച് ബോധപൂർവം കളവിതയ്ക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നമ്മൾ ഉണരണം. ആത്മീകരായവർ പ്രാർത്ഥനാ മുറിയിൽ കയറണം. ആമേൻ. ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴണം. ദൈവസന്നിധിയിൽ വളരെ ശക്തമായി നിലവിളിക്കണം. ഏറ്റവും നല്ല ഇടത്താണ് വന്നത്, ഇതിൽ നല്ലത് കിട്ടാനില്ല, ഇതിൽ നല്ലൊരിടമില്ല, ഇതിൽ നല്ലൊരു നായകനില്ല, ഇതിൽ നല്ലൊരു രക്ഷാമാർഗമില്ല, ഇതിലും നല്ലൊരു പുരോഹിതനില്ല, ഇതിലും നല്ലൊരു ഇടമില്ല. ഇവിടെ പറയുന്നു വിട്ടുപോന്നതിനെ ഓർത്തു. ഞാൻ ഇവിടെ നിന്നൊരു കാര്യം പറയാം. പിശാചിൻ്റെ ഏറ്റവും വലിയ കെണി വിട്ടുപോകുന്നതിനെ ഓർമ്മിപ്പിക്കുക. നമ്മളൊരു വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്, വിട്ടുപോകുന്നതിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ പിശാചിനെ അറിഞ്ഞുകൂടാ, പിശാചിൻ്റെ പ്രവൃത്തി അറിഞ്ഞുകൂടാ. നമ്മളതുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന രീതിയിൽ പിശാചിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാച് നമ്മൾ കരുതുന്നത് പോലല്ല അവൻ പ്രവർത്തിക്കുന്നത്. പിശാചിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവരിവിടെ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ ബോധപൂർവം
നമ്മൾ മനസ്സിലാക്കി സൂക്ഷിക്കേണ്ടതാണ്. അതായത് വിട്ടുപോകുന്നവനെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മനസ്സിനൊത്തവണ്ണമല്ല നമ്മുടെ ജീവിതം. പക്ഷേ ഇവിടെ പിശാചിൻ്റെ സകല പ്രവൃത്തിയും ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞാണ് അവൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ആ വാക്കൊരിക്കൽ കൂടെ പറയുന്നു. പിശാചിൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ നിയമവും ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ ഹിതത്തിനും ഒത്തവണ്ണമാണ് അവൻ പ്രവർത്തിക്കുന്നത്. അതനുസരിച്ചാണ്. എന്നാൽ നമ്മൾ അങ്ങനല്ല. നമ്മുടെ ഇഷ്ടത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ ഗോഡ്സ് വിൽ അറിഞ്ഞ് നമ്മൾ മാറുന്നില്ല. ദൈവത്തിൻ്റെ ലോ അറിഞ്ഞ് നമ്മൾ മാറുന്നില്ല. ദൈവത്തിൻ്റെ ആ മനസ്സറിഞ്ഞ് നമ്മൾ മാറുന്നില്ല. പിശാച് പക്ഷെ നേരെ തിരിച്ച ദൈവത്തിൻ്റെ ലോ അറിഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് അവൻ പദ്ധതി തയ്യാറാക്കും. ഞാനത് വീണ്ടും ലളിതമാക്കാം. ഇവിടെ വിട്ടുപോകുന്നതിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം എന്താ ചെയ്തത്? വേദപുസ്തക ചരിത്രം നോക്കിയാൽ നമ്മൾ കാണുന്ന പോലെ പിശാച്, നമ്മൾ പറയുന്ന ലൂസിഫർ, ഈ ലൂസിഫർ, ദൂതൻ ആയ ലൂസിഫർ പിശാചാകാനുള്ള കാരണം പാപം ചെയ്തിട്ടല്ല, ഓർത്തതാ കാരണം. മറക്കരുത്. അതാണ് പറയുന്നത്, ഹൃദയത്തിൽ നിഗളം കണ്ട നാൾ വരെ. അപ്പോൾ ഇവിടെ ദൂതനെ പിശാചാക്കി മാറ്റിയത് പ്രവൃത്തിയല്ല, ചിന്തയാ. നമുക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. നമ്മൾ പ്രവൃത്തിയാണ് വലുതെന്ന് കരുതുന്നു. പിശാചിനറിയാം, എന്നെ വെട്ടിക്കളയാൻ ദൂതനായി എന്നെ പിശാചായി മാറ്റിയത് ഒരു ഓർമ്മയാണ്. ഞാൻ ഓർത്തു, എന്തോർത്തു? മേളിൽ ചെന്ന് അത്യുന്നതനോട് സമനാകും, എൻ്റെ സിംഹാസനം ഞാൻ മേളിൽ വെക്കുമെന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. അതോടെ എന്നെ വെട്ടി. ഇനി വീണ്ടും തെളിവ്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ജനമാണ്. 30 ലക്ഷം പേർ ഇറങ്ങിത്തിരിച്ച 30 ലക്ഷം പേരിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഇറങ്ങിയത് 30 ലക്ഷത്തോളം പേരാണ്. പക്ഷെ അവിടെ എത്തിയതാകെ 2 പേരാണ്. അത് യോശുവയും കാലേബുമാണ്. അങ്ങനെ ഈ 2 പേരെത്തി ബാക്കി 30 ലക്ഷം പേര് വരുന്ന ജനത്തിൽ നിന്ന് ഏറിയ പങ്കിനെ മരുഭൂമിയിൽ ദൈവം കൊന്നുകളഞ്ഞു. എന്തുകൊണ്ട്? പല കാരണങ്ങൾ പറയുമ്പോൾ ഒരു കാരണം, ആക്ട്സ് 7:39, 7:39 ഒരു കാരണം എഴുതി വച്ചിട്ടുണ്ട്. ആ കാരണം ഇതാണ്: നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. ശരീരം കൊണ്ട് കനാനിലേക്കാണ് പോകുന്നത്. പക്ഷേ ഹൃദയം കൊണ്ടൊരു ചെറിയ അബദ്ധം കാണിച്ചു. ഹൃദയം പഴയ ഇടത്തേക്കൊന്ന് പോയി. ആ ഒറ്റ കാരണം കൊണ്ട് അവരുടെ എല്ലാം ശവപ്പെട്ടി മരുഭൂമിയിൽ തന്നെ തയ്യാറാക്കിയെന്ന് വേദപുസ്തകം നമുക്ക് ഓർമ്മ തരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതീവ ഗൗരവമായി നമ്മൾ അറിയണം. നമ്മൾ കാണിക്കുന്ന പ്രകടനങ്ങൾക്കപ്പുറത്ത് ഹൃദയത്തിൻ്റെ അകത്തളത്തെ വീക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പലരുടെയും ദൈവസന്നിധി വന്ന് പറയുന്നൊരു കാര്യം, പാസ്റ്ററെ, ഞാൻ ആരാധനയ്ക്ക് വന്നില്ലേ? വന്നു. ഞാൻ പാടിയില്ലേ? പാടി. ഞാൻ അന്യഭാഷ പറഞ്ഞില്ലേ? പറഞ്ഞു. കർത്താവ് പറഞ്ഞ അതല്ല, നിന്റെ ഹൃദയം. എത്ര പേർക്ക് അത് പറയാൻ പറ്റും? ദൈവത്തെ ആരാധിക്കുന്നു ഞാൻ പൂർണ്ണ മനസ്സോടാണ്, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ. അതായത് ഹൃദയം കൊണ്ട് പാപത്തെ സേവിക്കുന്നു, ഹൃദയം കൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്നു, ഹൃദയം കൊണ്ട് ദൈവഹിതമല്ലാത്ത വഴിയെ പോയിട്ട് ശരീരം കൊണ്ട് വന്ന് മാത്രം ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, അന്യഭാഷ പറയുന്ന ഒരു തലമല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ഹൃദയത്തിലാണത് തുടങ്ങേണ്ടത്. ഇന്ന് പരിശുദ്ധന്മാർ ഇടപെടുന്നത് അഭിനയങ്ങളുടെ ചട്ടക്കൂടുകൾ പൊളിച്ചിട്ട് ജീവിക്കുന്നൊരനുഭവം. പ്രൈസ് ദി ലോർഡ്. അഭിനയിക്കാൻ നമുക്കറിയാം. നമ്മളെപ്പോലെ പ്രാർത്ഥന അഭിനയിക്കാൻ, ആരാധന അഭിനയിക്കാൻ, വിശുദ്ധി അഭിനയിക്കാൻ ആർക്കും കഴിയില്ല. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ബ്രദറിനെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലും മാതാപിതാക്കൾ എന്ന ബന്ധത്തിലും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഒത്തുകൂടുന്നത്. അവരോട് തന്നെ വ്യക്തിപരമായിട്ടൊന്ന് ചോദിക്കണം. ഈ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരായി ഇപ്പുറത്തിരിക്കുന്ന അവരോട് ഞങ്ങൾ ദൈവദാസന്മാർ പരസ്യമായിട്ട് പറയുകയാണ്, ഇതുപോലെ നിഷ്കളങ്കയായ ഒരു മോള്, സഹോദരി, ഭാര്യ ഇത്രയും വിശുദ്ധയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ മാത്രം ചിരിക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരെ ഭാഷക്കറിയാത്തോണ്ടാ എന്ന് അവർ പറയും. കാര്യം എന്താണെന്നറിയാമോ? ഹോളിലേക്ക് വന്നു കയറിയപ്പോൾ അഭിനയിക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്.
നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ അഭിനയിക്കുകയാണ്. നമ്മൾ ഒന്നാം തരം ഭക്തരുടെ ചേഷ്ടകൾ, നമ്മൾ ഒന്നാം തരം ആത്മീയരുടെ വേഷം, ആത്മീയർ ഉയർത്തുന്ന ശബ്ദം, ആ ശബ്ദത്തിൻ്റെ വൈബ്രേഷൻ, ഇതെല്ലാം നമുക്കുണ്ട്, കറക്റ്റാ. പക്ഷെ ഹൃദയം, ദൈവത പറയുന്നത്, ഹൃദയം കൊണ്ട് നിങ്ങൾ എന്നെ വിട്ടകന്നു. അത് ദൈവത്തിന് വളരെ ഇഷ്ടക്കേടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പുറമേയുള്ള പരിച്ഛേദനയല്ല, ഹൃദയ പരിച്ഛേദന. ഇത് നടന്നിരിക്കണം. പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്, ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറിയവരെ മരുഭൂമിയിൽ കൊന്നുകളഞ്ഞു എന്ന് വായിക്കുന്നെങ്കിൽ പിശാചിൻ്റെ ഗൂഢതന്ത്രം എന്താണെന്നറിയാമോ? ഇന്നത്തെ പെന്തക്കോസ്തുകാരൻ അറിയേണ്ടത്, നിന്റെ പുറമേ ഉള്ള ചേഷ്ടകൾ നിർത്തുന്നതല്ല പിശാചിൻ്റെ ഗൂഢലക്ഷ്യം. നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് അവന് കയറി ഇരിപ്പിടം ഉണ്ടാക്കണം, അതാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് നീ ശ്രദ്ധിക്കേണ്ടത്, പുറമേ ഉള്ളതിനേക്കാൾ ഉപരി അകത്ത്, നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് കൃത്യമായ ഒരു ശോധന നടത്തണം. തമ്പിയുടെ ഹൃദയം നീ കണ്ടിട്ടില്ലേ? ആ ട്രാക്റ്റ് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ പോയി ഗൂഗിൾ ചെയ്താൽ മതി. തമ്പിയുടെ ഹൃദയം. പണ്ടൊരു ട്രാക്റ്റ് ഉണ്ടായിരുന്നു, തമ്പിയുടെ ഹൃദയം. തമ്പിയുടെ ഹൃദയത്തിനകത്ത് യേശു വന്നു കഴിഞ്ഞപ്പം പുറത്തു പോയതുകൊണ്ട്, യേശു വരുന്നതിന് മുമ്പുള്ളതുകൊണ്ട്. അതുപോലെ രക്ഷിക്കപ്പെട്ടിട്ടും തമ്പിയുടെ ഹൃദയമായിട്ട് ഇരിക്കാതെ നമ്മൾ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിൽ മാറിയില്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് നമ്മളറിയണം, ഇവിടെ ദൈവത്തിൻ്റെ മനസ്സിത പ്രകടനമല്ല ഹൃദയം. അതുകൊണ്ട് ആ പിശാച് ചെയ്യുന്ന കാര്യം കണ്ടോ, ഹൃദയത്തിൻ്റെ അകത്ത് വിട്ടുപോകുന്നതിനെ ഓർമ്മിപ്പിക്കുന്നു. ഈ വിട്ടുപോകുന്നതിനെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആ വാക്യം കാട്ടിത്തരാം. 2 Peter chapter 2 verse 20 and 21. 2 Peter ആണ്, ചാപ്റ്റർ 2. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ഇവിടെ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാം ഭാഗം കർത്താവിൻ്റെ രക്ഷിതമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നമുക്ക് വന്നപ്പോൾ ഒന്നാമത് നടന്ന മാറ്റം, ലോകത്തിൻ്റെ മാലിന്യം നമുക്ക് മനസ്സിലായി. അതായത് യേശുവിനെ കാണുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ ടൈം പാസ്, എൻ്റർടൈൻമെൻറ്റ്, ജസ്റ്റ് ഫണ്ണ്, നമ്മുടെ ഒത്തുകൂടൽ, നമ്മൾ ഒന്നിച്ചിരുന്ന് പറഞ്ഞത്, നേരം പോക്ക്, അതായത് നമ്മൾ എത്രയോ വിനോദത്തിൽ ഏർപ്പെട്ടു യേശുവിനെ കാണുന്നതിന് മുമ്പ്. യേശുവിൻ്റെ പരിജ്ഞാനം വന്നപ്പം നമുക്ക് മനസ്സിലായി ഇതെല്ലാം പാവമായിരുന്നു. ഇപ്പോൾ ഒറ്റവാക്കി പിടികിട്ടിയല്ലോ. ആ പരിജ്ഞാനത്താൽ നമ്മൾ ആ ലോകത്തിൻ്റെ മാലിന്യം വിട്ടിട്ട് ഓടിക്കഴിഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, അതിൽ വീണ്ടും കുടുങ്ങിത്തോറ്റാൽ, ഒരു വാണിംഗ് ആണ്, അതിൽ വീണ്ടും കുടുങ്ങിത്തോറ്റാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി. ഇനി ഞാനതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ആദ്യത്തെ സ്ഥിതി ഇവിടെ ആയിരുന്നു. ഇവിടെ വെച്ച് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ നമ്മളിങ്ങനെ വളർന്ന് ലോകത്തിൻ്റെ മാലിന്യമൊക്കെ വിട്ട് ഉയർന്നൊരു എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ദുഷ്ടപിശാച് ചെയ്യുന്ന പണി എന്താണെന്നറിയാമോ? ഏറ്റവും നല്ലൊരു ഉയർച്ചയിലെത്തിയിട്ട് അവിടുന്ന് വലിച്ചിടുകയുള്ളൂ. നമ്മൾ ആരും അറിയാതെ എവിടെയെങ്കിലും കിടന്ന ഒന്നും ശ്രദ്ധിക്കത്തില്ല. അവൻ ഉയരും തോറും അപകടം കൂടും. കാരണം ഉയർച്ചയിലേക്ക് പോകും തോറും അവൻ അവിടുന്ന് വലിച്ചിടാനാണ് ശ്രമിക്കുന്നത്. വേദപുസ്തക ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇങ്ങനെ വീണവരുടെ ചരിത്രം നമ്മൾ ഇഷ്ടം പോലെയാണ്. കാരണം ഏറ്റവും ഉയർന്ന സ്ഥലത്തുനിന്നൊരു വലിച്ചിടിയിലുണ്ട്. ഇവിടുന്ന് വീണാൽ നമ്മുടെ ചിന്ത എങ്ങനെ വീഴ്ത്തുന്നതെന്നല്ലേ. നിങ്ങൾ ആരംഭത്തിൽ എന്ത് നിങ്ങൾ വിട്ടോ അത് വീണ്ടും കൊണ്ട് കൊടുക്കും. എവിടെ വെച്ചാ? നിങ്ങളുടെ ഏറ്റവും നല്ല ഉയർന്നൊരു നിലയിൽ നിൽക്കുമ്പോൾ അവിടെ വെച്ച് കൊടുക്കും. ആ കുടുക്കി ഒരു വലി വലിച്ചാൽ നിങ്ങൾ വീഴുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ബേസ്മെൻറ്റിലേക്കല്ല, പിന്നെന്താണെന്നറിയാമോ? അതിൻ്റെയും താഴോട്ട്. അവിടെ നമുക്ക് ലാൻഡിങ് കിട്ടത്തില്ല. ഇപ്പം എന്ത് പിടികിട്ടി? രക്ഷിക്കപ്പെട്ട ആരംഭ നാളുകളിൽ അതിലും താഴോട്ടേ പോവുള്ളൂ. അതിനുവേണ്ടി പിശാച് ഉപയോഗിക്കുന്ന ഗൂഢതന്ത്രമെന്ന് പറഞ്ഞാൽ വിട്ടുപോന്നതിനെ വീണ്ടും കൊടുക്കുക.
നമ്മൾ വിറ്റ സാധനത്തെ വീണ്ടും കിട്ടി. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ എഴുതുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായി വിട്ടുപോകുന്നത്, ഈ ലോകത്തിൻ്റെ മാലിന്യം എന്താ? മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 22 നോക്കാമോ? മാത്യു 13 വേഴ്സ് 22. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നെങ്കിലും എല്ലാവരും ശ്രദ്ധിച്ചോണം. ഈ ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന, വചനത്തെ ഞെരുക്കിയിട്ട് ഒരാത്മീയൻ നിഷ്ഫലനാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച ആ വാക്യത്തിൽ നിന്ന്. ഇവിടെ വചനത്തെ ഞെരുക്കുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിക്കാമോ? വചനത്തെ ഞെരുക്കുന്ന രണ്ട് കാര്യം നിങ്ങളിവിടെ കണ്ടോ? ഈ ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന. ഇതൊരാത്മികൻ്റെ അകത്തേക്ക് കയറിയാൽ അവനിൽ നടക്കുന്ന കാര്യം, അവൻ്റെ അകത്ത് കിടക്കുന്ന വചനം ഞെരുങ്ങും. പിന്നെ നടക്കുന്ന കാര്യം, അവൻ നിഷ്ഫലനായി തീരുന്നു, ഫലമില്ലാതാകുന്നു. ഈ ഫലമില്ലാതായാൽ എന്ത് നടക്കും? ഫലമില്ലാതായാൽ നടക്കുന്ന കാര്യം, ഒരാത്മികൻ ഫലമില്ലാതായാൽ പിതാവായ ദൈവം ചെയ്യുന്നത് എന്താ? ഫലമില്ലാത്ത അതിനെ വെട്ടിക്കളയുന്ന ആളാണ് പിതാവായ ദൈവം. അപ്പം പിതാവായ ദൈവമായിട്ടുള്ള ബന്ധത്തെ അറുത്ത് കളയാൻ പിശാച് ഉപയോഗിക്കുന്ന അവൻ്റെ ഏറ്റവും നല്ല ഒരു മാധ്യമം, വചനത്തെ ഞെരുക്കാൻ വേണ്ടി അകത്തോട്ട് രണ്ട് കള അവനിട്ട് തരും. ഈ കളയകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരാത്മികന് സംഭവിക്കുന്ന അപകടം എന്താണെന്നറിയാമോ? ആ അപകടം എന്ന് പറഞ്ഞാൽ അവൻ ഫലമില്ലാതാകുന്നു. അതോടെ പിതാവായ ദൈവം അവനുമായിട്ടുള്ള ബന്ധം അറുത്ത് കളയുന്നു. ഇനി അടുത്തത്, കർത്താവ് എന്താ ചെയ്യുക? കർത്താവ് ഫലം തിരക്കാൻ വരും. പക്ഷെ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ? നമ്മുടെ ചിന്ത, കർത്താവ് ഫലം നോക്കി വരുന്നത്, നമ്മുടെ ചിന്തയിൽ കർത്താവ് ഞായറാഴ്ച വരുമെന്നാണ്. ഞായറാഴ്ച 9 മണി മുതലുള്ള ടൈമിൽ 8:30 മുതലുള്ള ആരാധനകളിൽ, അല്ലെങ്കിൽ 5 മണിക്കുള്ള ആരാധനകൾ, സമയം എപ്പോഴുണ്ട് ആ ആരാധനകളിൽ ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് ഗ്രേസ് പീരീഡ് നമ്മൾ ആ ട്രാഫിക് ബ്ലോക്കിലൊക്കെയാണ് വന്ന് കോഫി കുടിക്കുന്ന ടൈമുമാണ്. അത് കഴിഞ്ഞ് കയറുന്ന സമയം മുതൽ അടുത്ത 5 മിനിറ്റോടെ 20 മിനിറ്റോടെ കഴിഞ്ഞിട്ട് കർത്താവ് ഫലമെല്ലാം പറിച്ച്, ആരാധന തീരുന്നതിനുള്ളിൽ ആ ഫലമെല്ലാം പറിച്ച് ആളാം വിധം അതിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട്, വിടുതൽ, അത്ഭുതം, രോഗസൗഖ്യം എല്ലാം കൂടെ തന്ന് നമ്മളെ വീട്ടിലോട്ട് വിടുന്നു. കർത്താവ് അത് ഉച്ച കഴിഞ്ഞ് നേരെ കൊണ്ടുപോയി ആ ഫലമെല്ലാം കൂടെ നോക്കി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് ചേർക്കുന്നു. ഇതാണ് നമ്മുടെ ചിന്ത. പക്ഷേ എൻ്റെ കർത്താവ് അത്തിപ്പഴത്തെ തേടിയ സമയം അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞ്. ഈ കർത്താവ് ഈ ഫലം തിരക്കാൻ വരുന്നത് ഞായറാഴ്ച ആരാധനയിലല്ല. നമുക്ക് ഞായറാഴ്ച ഉച്ചയ്ക്കുള്ളിൽ വന്ന് കർത്താവ് ഉള്ള ഫലം എന്താണെന്ന് വെച്ചാൽ പറിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ആ വിടുതൽ, അത്ഭുതം, വഴി, പുതുവഴി, വിശാല വഴി അത് ഞങ്ങൾക്ക് തുറന്നു തരണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ നമ്മൾ പറയുന്നത് അത് കഴിഞ്ഞാൽ വൈകും. സമയം വൈകും തോറും ഞങ്ങൾ ഈ ആരാധനയുടെ സമയം കഴിഞ്ഞ് വിശപ്പ് പിടിച്ചു കഴിഞ്ഞാൽ പൊഴിയാൻ തുടങ്ങും ഫലം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അണ്ണാൻ വരുന്നു, വവ്വാല് വരുന്നു, മരപ്പെട്ടി വരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചെല്ലുന്നു, ഫേസ്ബുക്കിൽ ചെല്ലുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് ലോകകാര്യം പറയാൻ കിടക്കുന്നു. പിന്നെ ഞങ്ങൾ റീല് കാണാൻ കിടക്കുന്നു. ഇങ്ങനെ പലതിൻ്റെ അടുത്ത് ഞങ്ങൾ പോകുമ്പോഴേക്കും രാത്രി 1, 1:30, 2 ആകുമ്പോൾ ഞങ്ങളുടെ ഇല വരെ പൊഴിയും. അതിനുള്ളിൽ വന്ന് കർത്താവ് ഇത് പറിച്ചുകൊണ്ട് പോകണമെന്നാണ് നമ്മുടെ ചിന്ത. പക്ഷെ എൻ്റെ കർത്താവ് വരുന്നത് ഈ 1:30, 2 മണിയാകുമ്പം ഇലയും പൊഴിഞ്ഞു കഴിയുമ്പോഴാണ് വരുന്നത് ഈ ഫലം തിരക്കാൻ. അപ്പോഴാണ് ഇതാ ഞാൻ മാത്തരുതാ മലരുന്നതെന്നും പറഞ്ഞു നമ്മളിവിടെ കിടക്കുമ്പോൾ നമ്മൾ ഫലം കൊടുക്കാനായിട്ടിരുന്നത് കർത്താവ് നോക്കുമ്പോഴേ ഫലമില്ലാതെ കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഇതാ നമ്മുടെ ഗതികേട്. ഇത് ബോധപൂർവം പിശാചിനറിയാം. അതാ ഞാൻ പറഞ്ഞത്, പിശാച് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞാണ് നമുക്കെതിരെ കെണികൾ തയ്യാറാക്കുന്നത്.
ഇവിടെ പിശാചിന് കൃത്യമായിട്ട് അറിയാം ദൈവത്തിന്റെ മനഃശാസ്ത്രം. ദൈവത്തിന് ഫലം തിരക്കാൻ വരുന്ന സമയം ഇവരുദ്ദേശിച്ച പോലെ അല്ല. പിതാവായ ദൈവം ഫലമില്ലെങ്കിൽ വെട്ടിക്കളയും, ഫലമില്ലെങ്കിൽ ശപിക്കുന്ന ആളാണ് കർത്താവ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫലമില്ലാതാക്കിയാൽ മതി. അങ്ങനെങ്കിൽ ഒരാത്മീയന്റെ ഫലമില്ലാതാക്കുന്ന രണ്ട് കാര്യം: അവന്റെ അകത്ത് കിടക്കുന്ന വചനം അവനെ ഫലമുള്ളവനാക്കുമെങ്കിൽ ആ വചനത്തെ ഞെരുക്കാൻ പിശാച് ഉപയോഗിക്കുന്ന രണ്ട് കള ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന. ഇനി ഞാൻ ഒന്നുകൂടെ പറയുമ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത് ഈ ധനത്തിന്റെ വഞ്ചന, ഈ ലോകത്തിന്റെ ചിന്ത എന്നൊക്കെ പറയുമ്പോൾ വചനവുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനല്ലേ? വചനത്തെ കയറി ജരിക്കുന്ന രണ്ട് കാര്യമാണ്: ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ. ഈ ധനത്തിന്റെ വഞ്ചന എന്താ? അപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ രണ്ട് കള കയറി വന്നത് എപ്പോഴാണെന്നറിയാമോ? ആ ബാക്കി ഒന്നുകൂടെ നോക്കിയാലറിയാം. മുള്ളിനിടയിൽ വിതയ്ക്കുമ്പോഴാണ്. അതാ ശ്രദ്ധിക്കേണ്ടത്. മുള്ളിനിടയിൽ വിതയ്ക്കുമ്പോഴാണ് ഈ കള കയറി വന്നത്. അപ്പൊ ഈ വിതയ്ക്കുമ്പം കള കയറി വരണമെങ്കിൽ ഈ കള കിട്ടിയത് വിതക്കാരൻ്റെ കയ്യിലാണ്. പിടികിട്ടിയോ? വിതക്കാരൻ്റെ കയ്യിലായിരുന്നു ഈ കള കിടന്നേ, വചനത്തെ ഞെരുക്കുന്ന കള. അപ്പം ഞാൻ ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6 അതിൻ്റെ വേഴ്സ് 12 അല്ലേ വായിച്ചത്. നമുക്ക് ആ 11 ചേർത്തൊന്ന് വായിക്കാം. verse 11 നോക്കിയേ. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. അപ്പോൾ ഒന്ന് പിന്തുടരുക, അടുത്തത് പൊരുതുക, 3 പിടിക്കുക. അപ്പോൾ ഒരു ആത്മീയൻ ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യാത്ര എങ്ങനെ? വിട്ടോടുക, 2 പിന്തുടരുക, 3 പൊരുതുക, 4 പിടിക്കുക. ഇത്രയുമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക. അതിൽ പിടിക്കാനുള്ള യാത്രയാണ്. പൊരുതാനും തയ്യാറാ, പിന്തുടരാനും തയ്യാറാ. വിടാൻ പറ്റുമോ? ഈ വിട്ടോടാതെ ബാക്കി 3 നടക്കുകയില്ല. ഈ വിട്ടോടേണ്ടത് എന്തിനാ? അത് വിട്ടോടി. ഏതാ? അതല്ലേ verse 10 6 verse 10 ഓക്കെ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും ആണോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ട് ഉടന്ന്. ഇപ്പൊ നോക്കി, വിശ്വാസത്യാഗം വരുന്ന വഴി കണ്ടോ? വിശ്വാസത്തിൽ നിന്ന് പോകുന്ന പോക്കെന്നറിയാമോ? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും ഇത് ചിലർ കാക്ഷിച്ചിട്ട്. ഏതാ? ദ്രവ്യാഗ്രഹം. ഇത് കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരാകുന്നു. അതിൻ്റെ അർത്ഥം ഇന്ന് ആത്മീയർ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ എഴുതിയിരിക്കുന്ന പദം കണ്ടോ? ദ്രവ്യാഗ്രഹം വിട്ടോടണം. വിട്ടോടിയില്ലെങ്കിൽ ഇതിൽ കുടുങ്ങി വിശ്വാസം വിടേണ്ടി വരും. അപ്പം ഈ ദ്രവ്യാഗ്രഹം എന്താ? ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് ഇത്തിരി പ്രയാസമാണ് നമുക്ക്. ഇനി നിങ്ങൾ ഉള്ള സ്തോത്രം എല്ലാം പോകുന്നു എനിക്കറിയാം കാര്യം. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ഞെക്കി കഴുകിയില്ലെങ്കിൽ സെപ്റ്റിക്കാവും, മുറിച്ച് കളയേണ്ടി വരും നിങ്ങളുടെ കാലോ കയ്യോ. അപ്പോൾ അത്രത്തോളം സെപ്റ്റിക് ആയിരിക്കുന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞെക്കി ഒന്ന് കഴുകി കഴിഞ്ഞാൽ വിടുതല. അപ്പം ഇവിടെ നമ്മൾ നടക്കേണ്ട ഒരു മാറ്റം വളരെ ഗൗരവമായിരിക്കണം. ഈ അപ്പോസ്റ്റസി വന്ന് കയറുന്ന വഴി എങ്ങനെയാണെന്നറിയാം. ആ റൂട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നേ. പഴയ നിയമത്തിൽ 10 കൽപ്പന. 10 കൽപ്പനയിൽ ആദ്യത്തെ 3 കൽപ്പന എന്തിനോട് ബന്ധപ്പെട്ടെന്നറിയാമോ? വിഗ്രഹാരാധന. ഓക്കെ, വിഗ്രഹാരാധന. പഴയ നിയമത്തിൽ ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപം വിഗ്രഹാരാധന, അതായത് ഐഡലിട്രി. അപ്പം ഐഡലിട്രിയെ ദൈവം അത്രത്തോളം വെറുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് 7-ാം കൽപ്പനയാണ് വലിയ പാപം.
7. പക്ഷെ ദൈവത്തിൻ്റെ വലുത് ഐഡൽ വർഷിപ്പാണ്. ഇനി ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, ഈ ഐഡൽ വർഷിപ്പ് എവിടെ കണക്റ്റായെന്നറിയാമോ? നമ്മൾ ആ വാക്യം കണ്ടിട്ടില്ല മക്കളെ, ഇടനെ. കൊലോസ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 5. ചാപ്റ്റർ 3 വേഴ്സ് 5. എന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മളിന്ന് കൊലോസ്യ ലേഖനം, കൊലോസ്യൻസ്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അധിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ ഗ്രീഡി. ഒന്ന് നോക്കിയേ, ഇതെല്ലാം ഐഡലട്രി ആണെന്നല്ലേ? ഈ ഗ്രീഡില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? നമ്മൾ നിസ്സാരമായിട്ടാണ് കരുതിയേ. സ്തോത്രം. ലറമോം, ഇത് നമ്മൾ ഇതുവരെ പാപമാണെന്ന് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഞാനല്ല പറയുന്നത്, കൃത്യമായി എഴുതിയിരിക്കുക. ഇത് ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളാണെന്നാ, ഇതിനെ മരിപ്പിക്കാനാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ അകത്തേക്ക് പിശാചി കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഗ്രീഡ് കയറി വരിക. നമുക്കൊരു വീടുണ്ട്, കുഴപ്പമില്ലാതെ പോകാം. എന്നാലും അപ്പുറത്തെ വീട് കാണുമ്പോൾ നമുക്കൊരു, അപ്പോഴത്തേനും വന്ന് പറയുന്നു വലുത് പ്രതീക്ഷിക്കുക, വലുതാഗ്രഹിക്കുക. എന്തും നമ്മുടെ 4 മുറിയേ ഉള്ളൂ, നമുക്ക് 7 മുറിയുടെ ഒരെണ്ണം, ആകെ 2 എണ്ണേ ഉള്ളൂ. ഇത് തന്നെ മറ്റേ വാക്വം ചെയ്യാൻ പോകുന്നതിന് എങ്ങോട്ടും ചെല്ലാനും പറ്റത്തില്ല, നമുക്കോട്ട് കയറി ചെല്ലാനും പറ്റത്തില്ല. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, നമ്മുടെ അകത്തേക്ക് ഗ്രീഡ് കയറ്റി വിടുക പിശാച്. നമ്മുടെ പ്രാർത്ഥന വിഷയത്തിൽ എന്താ കിടക്കുന്നത്? അപ്പോൾ ഗ്രീഡായതുകൊണ്ട് നമുക്കിവിടെ വേണം പലതും, ഇവിടെ ഇനിയും നേടണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മളോട് പറയുന്നത് വീണ്ടും ഇതാണ്, നീ വലുത് പ്രതീക്ഷിക്കുക. എന്താ വലുത് പ്രതീക്ഷിക്കേണ്ടത്? നീ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നീ ഇപ്പോൾ ഉപയോഗിക്കുന്നത് RAV4, അത് മാറും. അത് മാറിയിട്ട് നിനക്ക് ജാഗ്വാർ നീ എടുക്കാൻ വേണ്ടി സ്വപ്നം കാണാം. ഗ്രീഡ് കയറുക, മര്യാദയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അവൻ്റെ അകത്തേക്ക് ഗ്രീഡ് കയറി വരുന്നു. അവൻ ഇത് മതിയോ എന്ന ഒരു നിലയിലേക്ക് മാറുകയാണ്. ഇത് വിഗ്രഹാരാധനയാണ്. എൻ്റെ ചോദ്യം, വിഗ്രഹാരാധനയാണെന്ന് ഇങ്ങനെ എഴുതിയെങ്കിൽ എൻ്റെ നേരെ ക്രൂശിക്കാൻ വരരുത്. ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയാം, എന്നെ ക്രൂശിക്കാൻ വരരുത്. ഞാൻ ബൈബിൾ വാക്യം അതുപോലെ എടുത്തു തരുന്നു. വിഗ്രഹാരാധനയാണ് അത്യാഗ്രഹമെങ്കിൽ, ഈ അത്യാഗ്രഹം വിഗ്രഹാരാധനയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്ന, മോസ്കിൽ പോകുന്ന വിഗ്രഹാരാധികളും പെന്തക്കോസ്തിൽ നിൽക്കുന്ന അത്യാഗ്രഹിയും തമ്മിൽ എന്താ വ്യത്യാസം? അവരുടെ മേലുള്ള സ്പിരിറ്റ് എന്താണോ അത് തന്നെയാണ് പെന്തക്കോസ്തിലെ അത്യാഗ്രഹിയുടെ മേലുള്ളത്. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, ആ ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. കൊലോസ്യ പൗലൂസ് എഴുതിയതാണ്. ഇനി അദ്ദേഹത്തോട് വല്ല വെറുപ്പുണ്ടെങ്കിൽ. ഇനി എഫെസി ലേഖനം, എഫിഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 5 നോക്കി, അതോടെ നോക്കി. എഫിഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 5 നോക്കി. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല. സ്വർഗത്തിൽ പോകില്ല, സ്വർഗത്തിൽ പോവുകയല്ല. ആര് പോവുകയല്ല? ദ്രവ്യാഗ്രഹി പോവുകയല്ല. അയ്യോ, കാരണം ഇത് വിഗ്രഹാരാധനയാണ്. നമ്മൾ ആരും ഇത് സമ്മതിക്കുന്നില്ല. ഇതാരും സമ്മതിക്കുന്നില്ല. കാര്യം എന്താണെന്ന് അറിയോ? ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക വേദപുസ്തകത്തിൽ. ഈ ഭാഗത്ത് നമുക്ക് ഇളവില്ല. നമ്മൾ കർത്താവിൻ്റെ വചനപ്രകാരം കൃത്യമായി മനസ്സാന്തരപ്പെട്ടേ മതിയാകുകയുള്ളൂ. പക്ഷെ പിശാചി ബോധപൂർവം ഞാൻ ഈ ഒറ്റയ്ക്ക് ഇടന്ന് പറയുമ്പോൾ എനിക്ക് നേരെ വരും, ഒരു അടി വരും, കമൻ്റൊക്കെ വരും. കമൻ്റൊക്കെ ശരിയാ, പക്ഷേ ഇതിനെന്ത് കമൻ്റ് കൊടുക്കും? എഫെസി ലേഖനത്തിൽ പൗലോസ് കൃത്യമായി മെൻഷൻ ചെയ്ത് കൊടുക്കുന്ന എഫെസോസ് സഭയ്ക്ക്, ഈ സഭയ്ക്ക് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? ഈ സഭ തകർന്ന് തരിപ്പണമായി. തുർക്കിയിലാണ് ഇന്ന് എഫെസോസ് എന്ന സ്ഥലം, നിങ്ങൾക്കറിയാം. അവിടുന്ന് അർത്തമീസിന്റെ ആലയത്തിന്റെ ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. മനുഷ്യവാസം പോലും ഇല്ലാത്തൊരു വിനോദസഞ്ചാര കേന്ദ്രമായി ആ നാട് മാറിയെന്ന്. എത്ര ഉയർന്ന നിലവാരമുള്ള സഭയാണ് തകർത്തു തരിപ്പണമാക്കി ഈ വിഗ്രഹാരാധന അട്ടിത്തറ.
ഈ വാണിംഗ് അവർ ശ്രദ്ധിച്ചില്ല. സോദരം, ആത്മീയർ ഇത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണെങ്കിൽ ഇന്നത്തെ പെന്തക്കോസ്റ്റിൻ്റെ അകത്തുള്ള ഏറിയ പങ്കും വിഗ്രഹാരാധികളല്ലേ? നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കണം. അതാണ് ഇവിടെ, അതാണ് വിഗ്രഹാരാധനയുടെ വലിയ ഗതികേട്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസൻ പൗലോസ് എഫെസോസുകാരോട് പറയുന്നത്. ഈ എഫെസോസിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ ഇത് പറയുമ്പോൾ തന്നെ തിമോഥെയോസിന് പറഞ്ഞു കൊടുക്കുന്നു. കാരണം എഫെസോസിന്റെ പിന്നീടുള്ള പാസ്റ്ററായിരുന്നു തിമോഥെയോസ്. 10 കൊല്ലം പൗലോസിന്റെ കൂടെ നടന്ന ശുശ്രൂഷകനായിരുന്ന തിമോഥെയോസിനെ എഫെസോസ് സഭയുടെ പാസ്റ്ററാക്കി കഴിഞ്ഞിട്ട് എഫെസോസ് സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പൗലോസിന്റെ നിജപുത്രനോട് പൗലോസ് പറഞ്ഞു കൊടുക്കുന്നു, നീ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടണം. ഇല്ലെന്നറിയാമോ? അത് വിട്ടോടിയില്ലെങ്കിൽ ബഹുദുഃഖങ്ങൾക്ക് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരാകും. അതുകൊണ്ട് ദ്രവ്യാഗ്രഹ വിട്ടോടാൻ നിനക്ക് കൃപ വേണം. അഭിഷേകം എന്തിനാണെന്നറിയാമോ? ഇതിനെതിരെ ജയിച്ചു നിൽക്കാൻ. ഞാൻ വീണ്ടും ഈ ചാപ്റ്റർ 1 തിമോത്തി ചാപ്റ്റർ 6:9 നിങ്ങൾ നോക്കുക. ഇനി ദ്രവ്യാഗ്രഹം എന്താന്ന്? ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ. അതേ ഉള്ളൂ. അപ്പൊ ദ്രവ്യാഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ 2 അർത്ഥമുണ്ട്. ഒന്ന്, ധനികന്മാരാകാനുള്ള ആഗ്രഹം. നമ്മുടെ പ്രാർത്ഥനാ വിഷയമൊക്കെ നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ദ്രവ്യാഗ്രഹം ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ പ്രയർ റിക്വസ്റ്റ് നോക്കണം. അതിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ആദ്യം കിടക്കുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഏറ്റവും സ്നേഹമുള്ളതും ഇഷ്ടമുള്ളതുമായിരിക്കും ആദ്യം കിടക്കുന്നത്. പുതുവഴി, വിശാല വഴി, പുത്തനുറവ, പുത്തൻ വാതിൽ, ഉയർച്ച തന്നെ പ്രാപിക്കുക. പിന്നെ അതെ, എല്ലാം കൂടെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മളിരിക്കുക. അപ്പം നമ്മൾ ഓർത്തോണം, ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ആരാണ്? പെന്തക്കോസ്തിലെ വിഗ്രഹാരാധി. അപ്പോൾ ഇനി ഇതിൻ്റെ അപകടം പറഞ്ഞുതരാം. എന്താ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അകത്തേക്ക് ഈ സാധനം കയറി വന്നാൽ എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോസ്റ്റസി നടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ എഫെസോസ് സഭയുടെ താളം തെറ്റിച്ച് തകർത്തു. പൗലോസ് തിമോഥെയോസിന് പറഞ്ഞു കൊടുക്കുന്നു, നീ എവിടെ നിന്ന സഭയെന്നറിയാമോ? ഇപ്പോൾ അവരെല്ലാം ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറകെയാണ്. അവരെ സന്തോഷിപ്പിക്കുന്ന വാക്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രസംഗം, ഞാൻ ഈ മാത്യു ചാപ്റ്റർ 6:24 അതോടെ നിട്ടേരെ കാര്യം, അതോടെ ഞാൻ വന്ന വഴിക്ക് അതോടൊന്ന് പറയാം. കാര്യം അന്നേരം എനിക്കൊരു സമാധാനം കിട്ടും. 6:24 ഡിസ്പ്ലേ ചെയ്തിട്ട് ആംപ്ലിഫൈഡ് ഉണ്ടെങ്കിൽ ആംപ്ലിഫൈഡിൽ ഒന്നിട്ടാൽ നന്നായിരിക്കും. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ആരും ഒരാളെ സേവിക്കാം. 2 പേരുണ്ട് ഇവിടെ. ദൈവമുണ്ട്, മാമോനുണ്ട്. ഈ മാമോൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പദം വന്നിരിക്കുന്നത് ഗ്രീക്ക് സാഹിത്യത്തിലൂടെ വരുന്നൊരു പദമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ദേവന്മാരോടും ആരാധനയോട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു പദം കൂടാണ്. ഈ പദം ഇവിടെ സിംബോളിക്കലി ഉപയോഗിച്ചിരിക്കുന്നത് ദൈവവും പിശാചും എന്ന് തന്നെയാണ്. പക്ഷേ ഈ പിശാചെന്ന് മാമോൻ എന്ന പദത്തെ ഇവിടെ വേദപുസ്തകം, നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ പലരുടെ കയ്യിലും ഉണ്ടെന്നറിയാം. ഈ മാമോൻ അല്ലാതെ വല്ലതും കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ആംപ്ലിഫൈഡ് വായിക്കാൻ പോവാം, ശ്രദ്ധിച്ചോളൂ. ആംപ്ലിഫൈഡിൽ ഈ വാക്യം കൊടുത്തിരിക്കുന്നു, ഒന്ന് കേട്ടോണേ. ആംപ്ലിഫൈഡ് സ്റ്റഡി ബൈബിളാണ് ആംപ്ലിഫൈഡ്. കിട്ടിയല്ലോ, വായിച്ചു. എനിക്ക് നീ വായിക്കണ്ട, കണ്ടോ? ഇതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേക്കണേ, അവർക്കൂടെ കാണണം. ഈ ലൈവിലിരിക്കുന്നവരെ അല്ലെ പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങളൊന്ന് കണ്ടേക്കുന്നത് അണ്ടർലൈൻ ചെയ്തേക്കണം. ആംപ്ലിഫൈഡിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. മാമോൻ ബ്രാക്കറ്റ് കിടക്കുന്നുണ്ടോ? മണി, പൊസഷൻസ്, ഫെയിം, സ്റ്റാറ്റസ് or whatever is valued more than the Lord. ക്രിസ്തുവിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതെല്ലാം മാമോനാണെങ്കിൽ പൊസിഷന് വേണ്ടി കിടന്ന് ഓടുന്ന എൻ്റെ പൊന്നാച്ച, നീ വിഗ്രഹാരാധിയാ കേട്ടോ. മണിയുടെ പുറകെ പോകുന്നില്ലേ? വിഗ്രഹാരാധിയ. ഫെയിം, അയ്യോ, ഇതായിരുന്നു ഏറ്റവും കൂടുതൽ. എൻ്റെ പോസ്റ്റർ ഞാൻ തന്നെ അടിക്കും, ഞാൻ തന്നെ ഒട്ടിക്കും, ഞാൻ തന്നെ ഷെയർ ചെയ്യും. അടുത്ത സ്റ്റാറ്റസ്, അതല്ലേ ഈ കഷ്ടപ്പാട്.
ഉപവാസവും പ്രാർത്ഥനയാണ് പ്രധാന ലക്ഷ്യം, അതല്ലേ? ഇതെല്ലാം മാമോനാണ്. എന്നിട്ട് കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ചോദിക്കുന്നത് ഇതുപോലെ രണ്ട് ഭാഗമാണ്. കർത്താവ് പറയുന്നു, മാമോൻ വേണോ ഞാൻ വേണോ കേട്ടോ. കർത്താവ് പറഞ്ഞു, എന്നെ വേണോ മാമോനെ വേണോ? ഈ മാമോൻ എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. എന്തൊക്കെയാന്ന് ചോദിച്ചാൽ പൊസിഷൻ, ഫെയിം, സ്റ്റാറ്റസ്, മണി, റിച്ചസ്, വെൽത്ത്. ഇതെല്ലാം പല ബൈബിൾ ഭാഷാന്തരമാണ് ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാം ഒരു ഭാഗത്ത്. നമ്മൾ ഇതിനെല്ലാം ബ്ലെസ്സിങ്, വാക്തത്വങ്ങൾ അല്ലേ, ഇതൊക്കെയാ പറഞ്ഞെനിക്ക്. വാക്തത്വങ്ങൾ, അനുഗ്രഹം. അതെ. പിന്നെ പറഞ്ഞത് എന്നോടുള്ള ദൈവത്തിൻ്റെ എന്തുവാ, ഓക്കെ, എന്തെങ്കിലും വാട്ടവർ. അപ്പം നമ്മൾ ഇതിനെയെല്ലാം കൂടെ നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈ വിഷയമല്ല അപ്പുറത്ത്. പക്ഷെ അപ്പുറത്ത് എഴുതി വെച്ച വിഷയം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ മറഞ്ഞ് ഒരുവൻ ഇരിപ്പുണ്ട്, പിശാച്. പിശാച് നിനക്ക് വേണ്ടിയത് നിന്റെ ടേബിളിൽ സെർവ് ചെയ്ത് നിന്നെ അട്രാക്ട് ചെയ്തിട്ട് അവൻ മറഞ്ഞിരിക്കുക. ഇത് നീ തൊട്ടാൽ അവൻ്റെ കെണിക്കകത്തകപ്പെടും. ഇതറിയാതെ ഒരു കൂട്ടം പുറകെ പോകുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗം വരുന്ന ഏത് ഭാഗത്തൂടാ? നമ്മൾ ആരാധിക്കണമെങ്കിൽ ഈ പ്രസംഗം പറയണം. ഏത് പ്രസംഗമാണ്? പൊസിഷൻ മാറാൻ പോവാണ്. നമ്മൾ 3 കസേര ഓടിക്കും, 2 പേരുടെ എല്ല് ഓടിക്കും. അടുത്തത് നമ്മുടെ സ്റ്റാറ്റസ്. അച്ഛാ ഇതല്ല അച്ഛാ ഇതല്ല, അച്ഛൻ്റെ ലെവല് മാറാൻ പോകുന്നു. പിന്നെ അച്ഛനെ പിടിച്ചാൽ കിട്ടുമോ? അടുത്തത് ഇതല്ല, നിങ്ങൾ ഈ അല്ല, ഞാൻ കാണുന്നത് ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് ഇങ്ങനെ അടുക്കി. എനിക്ക് തോന്നുന്നു ഈ പുതിയൊരു ട്രംപിൻ്റെ പടമുള്ളത് ഇങ്ങനെ. അത് തന്നെ നമുക്കിതെല്ലോ വേണ്ട. ഇത് നമ്മൾ ഇതിന് സ്റ്റാറ്റസ് ആക്കുന്നു, ഇത് നമ്മൾ ഫയർ ഇമോജി ഇടുന്നു, ഇത് പവർഫുൾ മെസ്സേജ് എന്ന് പറയുന്നു. ഇതാണ് നമ്മൾ പറയുന്നത് തമ്പ്. ഗ്രേറ്റ് മെസ്സേജ്. ഇതിൻ്റെ നമ്മൾ ഷോർട്ട് എടുത്ത് ഇടുന്നു. ഭയങ്കര ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ. ഇതെല്ലാം നടക്കുമ്പോഴും ഇപ്പുറത്തൊരാൾ ദുഃഖിച്ച് നിൽക്കുക. എന്നെ വേണ്ടേ നിനക്കിത് മതിയോ? എന്നെ വേണ്ടേ നിനക്ക്? കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇവിടെയാണ്. കർത്താവ് കൃത്യമായി 2ആയി സ്പ്ലിറ്റ് ചെയ്ത് തരുമ്പോൾ നമ്മൾ ഇതുവരെ കരുതിയത്, നമ്മളിൽ ഏറിയ ജനവും നിൽക്കുന്നത് മാമോന്റെ കൂടെ നിൽക്കുക. മാമോൻ മതി എന്ന് പറയുക. പ്രാർത്ഥന മാമോനാണ്, ലക്ഷ്യം മാമോനാണ്, പ്രസംഗം മാമോനാണ്, ആഗ്രഹം മാമോനാണ്. മറുഭാഗത്ത് ഒരുവൻ നിന്നിട്ട് പറയുന്നു, ഞാൻ ജീവൻ തന്നു, എന്നെ വേണ്ടേ നിനക്ക്? ഇതിനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? നമ്മൾ ഉണർവെന്ന് വിളിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ മാമോൻ്റെ കാര്യം കേട്ടതാ ഉണർവെന്ന് പറഞ്ഞത്. അതല്ല ഉണർവ്. കർത്താവിൻ്റെ സ്നേഹം പറഞ്ഞ് അങ്ങോട്ടൊന്ന് അടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാനിത് തരത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഭൗതികം തരില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ 14 വർഷമായി ഈ മാമോൻ എന്ന വിഷയം പ്രാർത്ഥിക്കുന്ന ആളല്ല. എൻ്റെ പ്രാഗൽഭ്യം അതാ. എൻ്റെ പ്രാഗൽഭ്യം 14 വർഷമായി ഞാൻ ഈ മാമോൻ്റെ പേരിൽ കാണുന്ന സാധനങ്ങൾ പ്രാർത്ഥിക്കുന്ന ലൈവായോണ്ടാണ്. എൻ്റെ വിശ്വാസികളുണ്ട്, എൻ്റെ സഭാവിശ്വാസികൾക്കറിയാം, എന്നെ അറിയുന്നവർക്കറിയാം. 14 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിർത്തി. ഗാന്ധിധാമിലൊരു ഹോട്ടലിൽ വിശ്രമിക്കുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അന്ന് വാടകയ്ക്ക് കിടക്കുക. വാടക വീട് മാറണം, എൻ്റെ കയ്യിൽ വാടകയ്ക്ക് പണമില്ല. അന്ന് ഞരങ്ങി ഞാൻ നിലവിളിച്ചത് വാടക പണം അടയ്ക്കാൻ കാശിന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ റൂമിൽ വന്നിട്ട് എന്നോട് എൻ്റെ നാഥൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാ, നിനക്ക് എന്നെ വേണോ പണം വേണോ എന്ന്? പ്രാർത്ഥനാ വിഷയം കീറി എറിഞ്ഞിട്ട് അന്നെടുത്തു, നീ മതിയെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം പിടികിട്ടിയോ? അതിൻ്റെ കാരണം, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഫാദർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, യേശു വേണോ എന്നെ വേണോന്ന്. അന്ന് എന്നോട് പറഞ്ഞത്, യേശു വേണമെങ്കിൽ എന്നെ വിടണം, എന്നെ വേണമെങ്കിൽ യേശു ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കാം. അന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ അന്ന് എൻ്റെ മുൻപിൽ എൻ്റെ ഫാദറിനെ കളഞ്ഞാലേ യേശുവിനെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അന്ന് ഞാൻ ധൈര്യത്തോടെ എൻ്റെ ജനിപ്പിച്ച അപ്പനെ വേണ്ടെന്നും പറഞ്ഞ് ഇറങ്ങി. പക്ഷേ ജീവിതത്തിൻ്റെ ബദ്ധപ്പാടിൻ്റെ നടുവിൽ ഞാൻ അറിയാതെ എൻ്റെ പ്രാർത്ഥന മാറിയപ്പോൾ എന്നോട് വന്ന് ചോദിച്ച ചോദ്യമാ, എന്നെ വേണോ പണം വേണോ? അന്ന് ഞാൻ തീരുമാനമെടുത്തു. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും കഴിഞ്ഞ 14 കൊല്ലമായി പ്രാർത്ഥിക്കുന്നത് മാമോൻ എന്ന വിഷയത്തെ ബേസ് ചെയ്തല്ല. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇതിൻ്റെ അപകടം ഞാൻ പറഞ്ഞു വരിക. ഇന്ന് ഈ മാമോൻ്റെ ലിസ്റ്റിൽ പെട്ടതിനെ നമുക്ക് മുൻപിൽ വചനമെന്നും പറഞ്ഞ് കൊണ്ടു തന്ന് നമ്മെ ട്രാപ്പിലാക്കുമ്പോൾ കർത്താവ് തരില്ലെന്നാണോ? അല്ല. കർത്താവ് വെച്ചൊരു വ്യവസ്ഥ എന്താണെന്നറിയാമോ? 2 വാക്യമുണ്ട്. ഞാനിത് തരത്തില്ലെന്നൊന്നും പറയുന്നില്ല.
ഇത് നിങ്ങൾ ആഗ്രഹിച്ച അബദ്ധത്തിലകത്തുള്ളൂ. ഇത് ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. ഇത് ഡെമോയാ. ചെന്ന് പെട്ടിട്ട് കിട്ടത്തുമില്ല, അടിവില്ലിൽ അകപ്പെട്ട അവസ്ഥയാണ്. പക്ഷെ ഇതങ്ങനല്ല. കർത്താവ് പറയുന്ന പദം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും. ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആർക്കുള്ളതാണെന്നറിയാമോ? തന്നെ സ്നേഹിക്കുന്നവർക്ക്. മാമോന്റെ കൂടെ നിൽക്കുന്നവർക്കല്ല കേട്ടോ. മാമോനെ സ്നേഹിക്കാനല്ല, കർത്താവിനെ സ്നേഹിച്ചാലേ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യുകയല്ല, എന്നെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുക. എന്നെ സ്നേഹിച്ചാൽ ഞാൻ തരുന്നത് നിങ്ങളുടെ ചിന്തയ്ക്ക് അപ്പുറത്തായിരിക്കും. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? പിശാച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തരാമെന്ന് പറഞ്ഞിട്ട് വീഴിക്കുമ്പോൾ അതിൽ വീഴാതെ ക്രിസ്തുവിനെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങണം. അങ്ങനൊരു സ്നേഹത്തിലേക്ക് വന്നാൽ ചിന്തകൾക്കപ്പുറത്ത് കരുതാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. റോമാസഭയ്ക്ക് എഴുതി കൊടുക്കുമ്പോൾ പറയുന്നത് ഇതാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ ദൈവത്തെ, കർത്താവിനെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങണം കേട്ടോ. ഒന്ന് സ്നേഹിച്ചു തുടങ്ങണമെന്ന്. എങ്ങനെ സ്നേഹിക്കണം? ജീവനേക്കാൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? പണത്തെക്കാൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? പൊസിഷനേക്കാൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ഫെയിമിനേക്കാൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? സ്റ്റാറ്റസിനേക്കാൾ സ്നേഹിക്കണം. എല്ലാറ്റിനേക്കാൾ വലുത് കർത്താവായി മാറണം. അങ്ങനൊന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ കരുതൽ നന്മയാകും. ഇന്ന് ഈ വചനത്തിൻ്റെ മുൻപിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ആർക്കാണെന്നറിയാമോ? കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു തീരുമാനമെടുക്കണം. കർത്താവ്, എനിക്ക് നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഇനി അതിൻ്റെ ആ കൺക്ലൂഷനിലേക്ക് വരിക. ഇവിടെ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലം, ഇത് മാമോൻ നമ്മെ ഒതുക്കാൻ പിശാച് കൊണ്ടുവരുന്ന കെണിയാണെങ്കിൽ ഇതെങ്ങനെ അകത്ത് കയറി വരുന്നേ? അത് ശ്രദ്ധിക്കേണ്ടത്. ഇത് കയറി വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? വചനം പ്രസംഗിക്കുമ്പോൾ എന്നെപ്പോലുള്ള ഉപദേശിമാരെ നിങ്ങൾ വിവേചിക്കണം. നമ്മളെല്ലാ പ്രസംഗവും കേൾക്കും. എല്ലാ പ്രസംഗവും കേൾക്കരുത്. എല്ലാ പ്രസംഗം കേൾക്കരുത്. പ്രസംഗങ്ങൾ നമ്മൾ അപ്പം ചോദിക്കും, പക്ഷേ ഇന്ന് നടക്കുന്നത്, ഇന്ന് ഫ്രൂട്ട് നോക്കിയല്ല ശുശ്രൂഷകന്മാരെ അളക്കുന്നത്, ഗിഫ്റ്റ് നോക്കിയ. ശരിയല്ലേ? നമ്മൾ ഇന്ന് ആത്മലോകത്തിൽ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ചിലർ പറയുന്ന കേൾക്കണം, നമ്മൾ അവരുടെ പേഴ്സണൽ ലൈഫ് നോക്കുന്നത് എന്തിനാ? പക്ഷേ നമ്മൾ നോക്കുന്നതിന് ഓൾറെഡി പുള്ളി 2 കല്യാണം കഴിച്ചതെന്നാണ് തോന്നുന്നത്. അത് നമ്മൾ നോക്കേണ്ട കാര്യം, അത് പുള്ളിയുടെ പേഴ്സണൽ ലൈഫാണ്, അത് നോക്കരുത്. പക്ഷെ നമ്മൾ പുള്ളി ക്യാരി ചെയ്യുന്ന അനോയിൻറ്റിങ് നോക്കണമെന്ന് പലരും അങ്ങനെ പറയുന്നു. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? അവരുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ നോക്കണം. അവരെങ്ങനെയല്ലേ ജീവിക്കട്ടെ, അവരുടെ ഇഷ്ടം. അവർ ക്യാരി ചെയ്യുന്ന അഭിഷേകം. ഇവിടെ ഒരു അപകടമുണ്ട്. അതാണ് നമ്മൾ ഈ ദുരാത്മാവ് എന്താ ചെയ്യുന്നറിയാമോ? അതാണ് 1 തിമോത്തി 4:4-1. അതാണ് ഞാൻ പറഞ്ഞത്. ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കൾ, ഭൂതങ്ങളുടെ ഉപദേശം. അപ്പോൾ ഇപ്പോൾ പെന്തക്കോസ്തിനകത്തേക്ക് എഫെസോസ് സഭയിൽ കയറി വന്നതും ഇന്നത്തെ പെന്തക്കോസ്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഭൂതങ്ങളുടെ ഉപദേശം, വ്യാജാത്മാവ്. ഈ വ്യാജാത്മാവെന്ന് പറയുമ്പോൾ എങ്ങനെയെന്നറിയാമോ? മാത്യു 7:23 ഒന്ന് നോക്കിക്കേ. മാത്യു 7:23. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാൾ നിങ്ങളെ 22 ചേർത്ത് വായിച്ചാണ്. കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. ശ്രദ്ധിച്ചോണേ, പ്രവചിച്ചു. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തി ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അപ്പൊ ഇവിടെ ഇവർ ചെയ്തത് എന്തൊക്കെയാണെന്നറിയാമോ? പ്രവചനം എന്ന് പറഞ്ഞാൽ കിടിലം പ്രവചനമാണ്. പാസ്പോർട്ട് നമ്പർ പറയും. പാസ്പോർട്ട് നമ്പർ ഭയങ്കര ഡീപ്പായിരിക്കും. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും, വീടിൻ്റെ അഡ്രസ്സ് എല്ലാം പറയും. കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. അപ്പം നമ്മളത് കേട്ടിട്ടിരിക്കരുത്. ഇവിടെ കർത്താവ് പറഞ്ഞു, പ്രവചിച്ചു. പിന്നെ ഭൂതങ്ങളെയും പുറത്താക്കി. പിന്നെ ഭയങ്കര വീൽ ചെയറൊക്കെ അന്നേരം എടുത്ത് കളഞ്ഞ് ഭയങ്കര വീര്യപ്രവൃത്തി ചെയ്തു. അന്നേരം കർത്താവ് പറയുന്ന കാര്യം ഇനി ശ്രദ്ധിച്ചേ. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പം കർത്താവ് അറിയാതെ തന്നെ ഇവിടെ പ്രവചനമുണ്ട്, കർത്താവ് അറിയാതെ തന്നെ ഭൂതശാന്തിയുണ്ട്, കർത്താവ് അറിയാതെ വീര്യപ്രവൃത്തിയുണ്ട്.
അവിടെ അതിന്റെ കാരണം പറയുന്നു, അധർമ്മം verse 23, പ്രവർത്തിക്കുന്നവരെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകും. എന്നെ വിട്ട്. അപ്പോൾ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ തന്നെ കൃപാവരവും പ്രവർത്തിക്കുന്നു. ശ്രദ്ധിച്ചോ? നിങ്ങളിതിന്റെ അപകടം ലൈവ് ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു സൂക്ഷിച്ചോണം, ഇത് ഡൗൺലോഡ് ചെയ്തിട്ടോണം. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവ് പറയുകയാണ്, പ്രവചിക്കുന്നു, പൂത പിറക്കുന്നു, വീര്യപ്രവൃത്തി. നമ്മളിത് മൂന്നും അഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ആളെ വിളിക്കും. ഇത് മൂന്നും കണ്ടിട്ട് വേരുകളിൽ ആളെ കയറ്റും. പക്ഷെ കർത്താവ് അതല്ല പറയുന്നത്. ഇത് ചെയ്തു, പക്ഷെ അധർമ്മം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. നീ പാപം ചെയ്യുമ്പം തന്നെ പ്രവചിക്കുന്നു, പാപം ചെയ്യുമ്പം തന്നെ ഭൂത പറക്കുന്നു, പാപം ചെയ്യുമ്പം തന്നെ വീര്യപ്രവൃത്തി. അപ്പൊ ചോദിക്കും, പാപം ചെയ്യുമ്പം തന്നെ ഇതെല്ലാം നടക്കുമോ? ശ്രദ്ധിച്ചോണം, വരും. എങ്ങനെയെന്നറിയാമോ? അപ്പൊ ചിലർ ചോദിക്കും, ഭാഷ ഈ പാപം ചെയ്താൽ എല്ലാം നടക്കുമോ? എല്ലാ പാപവും ചെയ്താൽ അങ്ങനെ പറ്റില്ല. ഒരു പാപത്തിനും മാത്രം ഇതും അത് ഒന്നിച്ചു നിൽക്കും. ശ്രദ്ധിച്ചോണം കേട്ടോ. ബാക്കി എല്ലാ പാപം ഒരു ഗിൽറ്റി ഫീല് തരുന്ന, അതായത് നമുക്ക് കൺഫെഷൻ ചെയ്യാൻ പറ്റും തോന്നും. എന്ന് പറഞ്ഞാൽ കൺഫസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു 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 ഗ്രീവിങ് അകത്തുണ്ടാവും. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ മോഷണം, കൊലപാതകം, ഈ ബാക്കി എല്ലാ പാവവും നമ്മുടെ അകത്ത് അനുദപിക്കത്തക്കവണ്ണം ഒരു കുത്തലുണ്ടാകും, ഒരു ഗിൽറ്റി ഫീൽ ഉണ്ടാകും. ഒരു പാപത്തിന് മാത്രം ആ ഗിൽറ്റി ഫീൽ തരില്ല. അതാണ് ദ്രവ്യാഗ്രഹം. ദ്രവ്യാഗ്രഹത്തിന്റെ മാത്രം അപകടം എന്ന് പറഞ്ഞാൽ അനുദപിക്കാൻ പറ്റില്ല, പാപമാണെന്നുള്ള ബോധം തരില്ല. അതുകൊണ്ട് ഇത്രയും നാൾ ഞാൻ പ്രസംഗിച്ചിട്ട് ഇത് ഞാൻ പാപമാണെന്നും പ്രൂവ് ചെയ്തിട്ട് അനുദപിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയാ. ഞാൻ അല്ലെ ദൈവമേ ക്ഷമിക്കണേ, കൊലപാതകമൊക്കെ പറയുന്നവരും മോഷണവും നുണ പറയുന്നവരൊക്കെ അനുദപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പോണോഗ്രാഫി അതിൻ്റെ ആളുകൾ അനുദപിക്കുന്നു. പക്ഷേ ഈ ദ്രവ്യാഗ്രഹമുള്ള പുള്ളികൾ മാത്രം അനുദപിക്കത്തില്ല. പകരം അവർ ചോദിക്കുന്നത്, അപ്പം ഇത് ദൈവം തരത്തില്ലേ? അപ്പോഴേ അറിയാം ഈ സാധനമാണ് കയറി നിൽക്കുന്നത്. സ്വതന്ത്രം പിടികിടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുതേ. ഇതിൻ്റെ അപകടം എന്താണെന്ന് അറിയാമോ? ഇവിടെ എങ്ങനെ ഈ ഗിൽറ്റി ഫീല് തരാത്ത നിലയിൽ ഇത് വന്നേ? അതായത് വിഗ്രഹാരാധന ആയതുകൊണ്ട് സ്പിരിറ്റ് ചേഞ്ചായി. വിഗ്രഹാരാധനയാണ് ദ്രവ്യാഗ്രഹമായതുകൊണ്ട് ഈ കളയകത്ത് കയറുന്ന ഉടനെ വിഗ്രഹാരാധന നടന്നാൽ പരിശുദ്ധാത്മാവ് പോകുന്ന ഉറപ്പല്ലേ? പരിശുദ്ധാത്മാവ് മാറുന്ന ഉടനെ അടുത്തൊരു സ്പിരിറ്റ് കയറും, വ്യാജാത്മാവ് കയറും. കയറുമ്പോഴും ദൈവം കൃപാവരങ്ങൾ തിരിച്ചെടുക്കുന്നവനല്ല. അനുഗ്രഹീത പ്രവാചകനാണ്, ഞാനും ഒരു പ്രവാചകനാണ്. ഞങ്ങളുടെ മേലൊക്കെ ഗിഫ്റ്റ് തന്നു. ഇനി പാപം ചെയ്തെന്ന് കരുതി ഈ ഗിഫ്റ്റ് ദൈവം എടുക്കുകയില്ല. ദൈവം അങ്ങനെ ദാനം ചെയ്താൽ തിരിച്ചെടുക്കത്തില്ല. പകരം എടുക്കുന്നത് സ്പിരിറ്റിനെ എടുക്കും. അതായത് ഏത് ആത്മാവിനാൽ ചെയ്യുന്നു പരിശുദ്ധാത്മാവ് അങ്ങ് പോകും. പരിശുദ്ധാത്മാവ് പോയി കഴിയുമ്പോൾ വെയിറ്റിംഗ് നിൽക്കുന്ന മറ്റേ സ്പിരിറ്റ് കയറും. അപ്പോഴും അല്ലേ നിങ്ങൾ നോക്ക്, പെന്തക്കോസിൽ നിന്ന് പോയി അപ്പുറത്ത് ചെന്നിട്ടും വീൽ ചെയർ എടുത്ത് കളയുന്ന ഉപദേശിയുണ്ടല്ലോ. എത്ര പേരുണ്ട്? നമുക്കറിയാം പുള്ളി പോയതാണെന്ന്. പക്ഷെ പുള്ളി അവിടെ ചെന്ന് ഭയങ്കര അത്ഭുതമോ. അവിടെ ചെന്ന് വിളിന്നു സുഗുണ സുഗതൻ. അപ്പം നമ്മൾ എഴുതാടാ ആ കാര്യം, സുഗതൻ്റെ കാര്യം പിടികിട്ടിയോ? സ്പിരിറ്റ് മാറി. പക്ഷെ നമ്മൾ സുഗതൻ്റെ മാത്രം ഇത് അറിഞ്ഞു. അല്ലാത്ത ഒരുപാട് സുഗതന്മാർ ഇതിനകത്തുണ്ട്. പോകാത്തതുകൊണ്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ അവരെയും വിളിച്ച് മീറ്റിങ്ങിന്, പവർഫുൾ മീറ്റിംഗ് എന്ന് പറഞ്ഞ് കയറ്റി നിർത്തി ഇവൻ്റെ കയ്യിലുള്ള സ്പിരിറ്റ് നമ്മുടെ മേൽ വീഴുക. ഇതെങ്ങനെ തിരിച്ചറിയാം? കേട്ടോണം. എന്നിട്ട് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം, പാസ്റ്റർ ഇതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? പറ്റുന്ന ഇത്രയേ ഉള്ളൂ, ഫലം കൊണ്ടറിയാം. ഗിഫ്റ്റല്ല നോക്കേണ്ടത്, ഫലം നോക്കണം. എങ്ങനെ ഫലം അറിയാം? ഫലം അറിയണം, ടൈം എടുക്കത്തില്ലേ? അതുകൊണ്ട് പ്രസംഗം ചെക്ക് ചെയ്താൽ പെട്ടെന്നറിയാം. ഹൃദയം നിറയുന്നത് വായ പ്രസ്താവിക്കും. അപ്പോൾ ഹൃദയത്തിൽ എന്തുണ്ടോ അത് വായിക്കൂടെ വരും. ഹൃദയത്തിൽ എന്താണെന്ന് അറിയാം. അതായത് പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ പ്രസംഗം ഒന്ന് സമ്മറി നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും വേർഡ്ലി തിങ്സ് ആണെങ്കിൽ സൂക്ഷിച്ചോണം. കാരണം ചില പ്രസംഗം കേട്ട് കഴിയുമ്പം ദൈവത്തിന് പ്രയോജനമുള്ള പ്രസംഗം എന്നാണെന്നറിയോ? ദൈവത്തിൻ്റെ പ്രയോജനപ്രദമായ പ്രസംഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കർത്താവിനോട് അടുപ്പിക്കാനാണ് ഞങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തത്. ഞങ്ങളെ സ്വർഗീയ ഗവൺമെൻറ് ശുശ്രൂഷകന്മാരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ജനത്തെ ദൈവത്തിങ്കലേക്ക് തിരിക്കാൻ. അതേ ഉള്ളൂ. അല്ലാതെ ജനം വിചാരിക്കുന്നത് ഞങ്ങളുടെ ദാസനാണ്, ഞങ്ങൾക്ക് വേണ്ടി ഇടിവി നിൽക്കണം, ഞങ്ങൾക്ക് വേണ്ടി കരയണം, ഞങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹം പ്രാപിക്കണം, ഞങ്ങൾക്ക് സന്തോഷം തരണം, ഞങ്ങൾ ഞായറാഴ്ച വരുന്ന ഒരു റിലാക്സേഷനാണ്, അത് തരണം. അതിനല്ല. അയ്യോ അതിനല്ല, അങ്ങനെ നിങ്ങൾ കരുതരുത്.
അങ്ങനല്ല ആക്കിയത്. സ്വർഗം അപ്പോയിന്റ് ചെയ്തത് യഹോവയുടെ വായിന്ന് വചനം കേട്ട് അവൻ കേൾക്കാഞ്ഞാലും കേട്ടാലും നീ അവനെ പ്രബോധിപ്പിക്കണം. ഇതിനാ ഞങ്ങളെ ആക്കിയത്. ഞങ്ങൾ അവിടെ പോയിരുന്ന് സ്വർഗം പറയുന്നു, പറയടാ, ഞങ്ങൾക്ക് വെപ്രാളവാ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇരിപ്പ് കണ്ടാൽ പ്രസംഗം വരുമോ? അവൻ അപ്പോഴത്തേനും മുഖം പൂരിപ്പിച്ച് ക്ലോക്കെ നോക്കുന്നു, അടുത്തിരിക്കുന്നവനെ നോക്കുന്നു. ഈ പറഞ്ഞത് ശരിയാണോ? എടാ, നീ ആദ്യം മനസ്സിലാക്കി. ഞങ്ങൾ ഗതികെട്ട് നിൽക്കുകയാണ് ഇവിടെ. സ്വർഗം പറഞ്ഞ് ആക്കി വെച്ചിരിക്കുക, അപ്പോയിന്റ് ചെയ്തിരിക്കുക. നിനക്കിത് കേട്ടാൽ മതി. ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ ആഫീസ് കൂട്ടും. ഒരു ശുശ്രൂഷകൻ അനുഭവിക്കുന്ന പെയിൻ അവിടെയാണ്. കാരണം എന്താണെന്നറിയാമോ? യഹോവ അരുളി ചെയ്യുക, പറയണം. അവൻ കേട്ടാലും കേൾക്കാഞ്ഞാലും. ദുഷ്ടതയിൽ നീ മരിക്കുക, പറയണം. നമ്മൾ പറയുന്നത് അങ്ങനെയാണോ? നമ്മൾ എത്രയോ സ്ട്രെസ്ഫുൾ ലൈഫാണ് നടത്തുന്നത്. ഭയങ്കര സ്ട്രെസ്. സൺഡേ ചെല്ലുന്നത് എന്തിനാ? നമുക്കൊരു റിലാക്സേഷൻ. അന്നേരം അങ്ങനെ നിൽക്കുക, കീർത്തനം എടുത്തോണ്ട് മാനസാന്തരപ്പെടാൻ. ഇതിൽ നല്ലത് മറ്റിടത്ത് ചെന്നാൽ ഒരു കുഴപ്പമില്ല. അവിടെ ചെന്നാൽ ബ്ലസ്. ഓ, ഇതൊരു സന്തോഷമെന്ന് അറിയാം. അവിടെ ചെന്ന് അയ്യോ അനുഗ്രഹത്തോടെ അനുഗ്രഹം. നമുക്കൊരു സമാധാനമുണ്ട്. ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഫീല്. ചെല്ലുമ്പോഴേ നമുക്ക് ഇന്ന നരകത്തിൽ കൊണ്ടുപോകും വിചാരം അവനെ കൊണ്ടാക്കിയിരിക്കുക. നീ അവിടെ ഇത് മനസ്സിലാക്ക്. അപ്പോസ്റ്റസി നിന്നിൽ ഉണ്ടാകും. അപ്പൊ ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. വളരെ ഗൗരവമായി ഇന്നത്തെ ആത്മലോകം വിവേചനത്തിലേക്ക് എത്തണം. ഒരു ശുശ്രൂഷകനിലൂടെ യഥാർത്ഥ ശുശ്രൂഷ നടക്കുമ്പോൾ എന്താണെന്നറിയാമോ? അനുതാപം ഉണ്ടാകും. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകും. പാപബോധം ഉണ്ടാകും. ജീവിത വിശുദ്ധിയിലേക്ക് വരാനൊരു ആഹ്വാനം ഉണ്ടാകും. അല്ലാതെ പ്രസംഗം കേട്ട് മോട്ടിവേഷൻ മാത്രമാണ് തോന്നുന്നെങ്കിൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ലിസ്റ്റിലുള്ളതല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, അഭിഷിക്തന്മാരെ, വിവേചിക്കണേ. കാലം അതിൻ്റെ അന്ത്യത്തിലെത്തി. പെന്തക്കോസ്തിനെ വകഞ്ഞു പിടിച്ച് കൊണ്ടുപോകാൻ നാം ഇടയത്തിന് നുഴഞ്ഞുകയറ്റക്കാരെ പിശാച് കൊണ്ടുവന്നു. ഒരു കൂട്ടത്തെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ യഥാർത്ഥ പെന്തിക്കോസ്തിൻ്റെ തനിമയിലേക്ക് നമുക്ക് വരാൻ അല്പം പ്രയാസമാണ്. ഇവിടെ ചെറിയ കൂട്ടത്തെ മാത്രമാണ് കർത്താവ് ഒരുക്കുന്നത്. ആ കൂട്ടത്തിൽ പെടാൻ വേണ്ടി നമുക്ക് നിൽക്കാനാ പ്രയാസം. ഈ ഗ്രീഡും ദ്രവ്യാഗ്രഹവും ഒക്കെ വരുന്നങ്ങനെ. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ പ്രയാസമാണ് വാസേ, അത് പറ്റുകയില്ല. ഇതൊക്കെ ഞാൻ ഈ പ്രസംഗിക്കാനേ ഉള്ളന്നേ. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് തൊണ്ട വീറി അലറി. ബാക്കി എല്ലാം വന്നു കഴിയുമ്പോൾ നിങ്ങളോട് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. എങ്ങനെ പിടിച്ചിരിക്കും? ഒരു ടെസ്റ്റ് മണിക്ക് നമ്മൾ ആളെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നമ്മളോട് പറയും, ഞങ്ങളെ എന്തുകൊണ്ട് വിശേഷമായിരിക്കുന്നു? ഓ മക്കളുടെ കാര്യം എന്തോ ആയി? അയ്യോ ആണോ? ഞങ്ങളുടെ മക്കളാണെങ്കിൽ വീമ്പിൻ്റെ സാക്ഷ്യം. നമ്മൾ പറയുന്നത് അതാ പറയുന്നത്. ഒരാളെ കണ്ടു കഴിയുമ്പോൾ മാമോൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. ഇത് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കൊരു പെയിനാണ് വരുന്നത്. മക്കളുടെ കാര്യമൊന്നും ആയില്ലേ? ഇല്ല. അയ്യോ ഞങ്ങളുടെ ആണെങ്കിൽ ഭയങ്കരമായി. ജോലിയുടെ കാര്യം എന്തോ ആയി? ഒന്നും ആയില്ലേ? എൻ്റെ കാര്യം എന്തോ ആയി? ജയിച്ചോ? നമ്മളോട് ചോദിക്കുന്നത് മുഴുവനും നമ്മുടെ അകത്ത് ഗ്രീഡ് ഉണ്ടാകാൻ വേണ്ടി പിശാച് കൊണ്ടുവരിക. പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട എന്താ അറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് വേണം. എന്തിനാണെന്നറിയാമോ? ഈ സിറ്റുവേഷനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഈ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമ്മളോട് വന്ന് ചോദിക്കുന്നത് മാമോനോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെ ആയെന്നാ. അതിൽ നിങ്ങൾ ഡെസ്പായി പോവും, തലകുനിയും. അടുത്ത നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കും എന്നതിനു വേണ്ടി. അതിനാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവേ, എനിക്ക് കൃപയില്ല, പറ്റത്തില്ല. എനിക്ക് ആലയത്തിൽ ആരാധിക്കാനല്ല വേണ്ടത്, ജീവിക്കാൻ. പിടികിട്ടിയോ? പരിശുദ്ധാത്മാവിനെ നമുക്ക് ആരാധിക്കാനല്ല, ജീവിക്കാൻ. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. വെള്ളം എത്ര വേണോ അതുപോലെ, ആഹാരം എത്ര വേണോ അതുപോലെ, ഭക്ഷണം എങ്ങനെയാണോ അത്രയും അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായി മാറണം. ഇനി നമ്മുടെ അകത്തേക്ക് നിറയട്ടെ. ചിന്തകളും വിചാരങ്ങളും ഒന്ന് മാറ്റിവെച്ച് എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒരു സമർപ്പണത്തിൻ്റെ നിമിഷമാണ് കേട്ടോ. ഈ വചനത്തിൻ്റെ മുൻപിൽ ഒന്ന് സമർപ്പിക്കണം. കർത്താവ് ഇന്ന് തുറന്നു ചോദിക്കുക, നിനക്കെന്നെ സ്നേഹിക്കാൻ പറ്റുമോ? നീ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഈ വിശ്വാസത്തിൻ്റെ പോരാട്ടം ഞാൻ ഇത്രയും സന്ദേശം പറയുമ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് പിടികിട്ടി. കാണുന്ന ഒരുപാട് പേരും വീണ് കഴിഞ്ഞു. ഈ പോർക്കളത്തിൽ പലരും അപ്പോസ്റ്റസിയുടെ തുടക്കക്കാരായി നിൽക്കുമ്പോൾ നമ്മളിവിടെ വരെ എത്തി. നമ്മളിനി മുൻപോട്ട് പോകണ്ടേ?
കാഹളത്തിൻ്റെ ധ്വനി കേൾക്കാൻ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ അവസാന ജനറേഷനാണ് കേട്ടോ. തോൽക്കല്ലേ, വീണു പോകല്ലേ. ഒരു വലിയ സമർപ്പണം നമുക്ക് വേണം. സമർപ്പിക്കാൻ കഴിയുമോ? കർത്താവിന് തുറന്ന് ചോദിക്കുന്നത്, നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? നീ ഇതുവരെ സ്നേഹിച്ചത് ഇവിടെ പലതിനെയാ. പക്ഷെ കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് എന്നെ സ്നേഹിക്കാമോ? എത്ര പേർക്ക് ഇന്ന് രാത്രി അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റും? കർത്താവ്, എനിക്കൊരു ഡെലിവറൻസ് ഇന്ന് വേണം. ഞാനിത് കേട്ട ഈ റിയാലിറ്റി, എനിക്കിതിലൊരു വിടുതൽ വേണമെന്നൊന്ന് സമർപ്പിക്കാൻ പറ്റുമോ?